എത്രയായിരം സിനിമകൾ മണിക്കൂറുകളോളം ഇരുന്ന് കണ്ടവരുണ്ടാകാം നമ്മുടെ കൂട്ടത്തിൽ. ഡെയിലി ഒരു 3-4 മണിക്കൂർ സിനിമ കാണാൻ വേണ്ടി ചെലവഴിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കാം, ദീനീ ബോധമില്ലാത്തവർ ആണെങ്കിൽ. ഇല്ലാ മാ റഹിമ റബ്ബി, അള്ളാഹു സൗഭാഗ്യം ചെയ്ത ഒരുപാട് നന്മയുള്ള അത്തരം വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ചേർത്തി തരട്ടെ. നമ്മുടെ കാത് വലിയൊരു വിഷയമാണ്. നമ്മുടെ അവയവങ്ങളിൽ അള്ളാഹു ചാല സൃഷ്ടിപ്പിന്റെ ഘടന പറയുമ്പോൾ, ക്രോണോളജി പറയുമ്പോൾ, وَجَعَلَ لَكُمُ السَّمْعَ وَالْأَبْصَارَ وَالْأَفْئِدَةَ قَلِيلًا مَا تَشْكُرُونَ. കാഴ്ചയും കേൾവിയും മനസ്സും ചിന്തയും എന്ന് വിശുദ്ധ ഖുർആനിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ആദ്യം ചെവി, പിന്നെ കണ്ണ്, പിന്നെ ചിന്ത, ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഓർഡർ കാണാൻ കഴിയും. وَجَعَلَ لَكُمُ السَّمْعَ وَجَعَلَ لَكُمُ السَّمْعَ وَالْأَبْصَارَ وَالْأَفْئِدَةَ. നിങ്ങൾക്ക് കാതുകളും കേൾവി ശക്തിയും കാഴ്ച ശക്തിയും ചിന്തിക്കാനുള്ള ശക്തിയും നൽകിയവനാണ് അല്ലാഹു. എന്തുകൊണ്ടായി കാതിനെ പറ്റി ആദ്യം പറയുന്നത്? ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞു പോലും കേൾക്കുന്നുണ്ടെന്നാണ്. ഉമ്മ ഒരു പാട്ട് വെച്ചാൽ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞത് കേൾക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഡോക്ടർമാരോട് ചോദിച്ചു നോക്കി, അവർ ഞാൻ പറഞ്ഞു വിശ്വാസമാകുന്നില്ലെങ്കിൽ സയന്റിസ്റ്റുകളോട് ചോദിക്കുക. ആ കുട്ടി കാണുന്നില്ല, ചിന്തിക്കുന്നില്ല, പക്ഷേ കുട്ടിക്ക് കേൾക്കാൻ കഴിയും. ഖുർആൻ ഓതുന്ന ഉമ്മമാരാണെങ്കിൽ ഖുർആനിന്റെ മധുരിമയാർന്ന ആ ഒരു ശബ്ദവീചി ആ കുട്ടി അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുക. ചെവിയിലൂടെ കുട്ടിക്ക് കിട്ടും. കാരണം ഭൂമിയിലേക്ക് വന്നാലും വരുന്നതിൻ്റെ മുമ്പും ആദ്യം പ്രവർത്തിക്കുന്ന നമ്മുടെ അവയവം ചെവിയാണ്. അത് കഴിഞ്ഞിട്ടാ കണ്ണ്, അത് കഴിഞ്ഞിട്ടാ നമ്മുടെ ചിന്തകൾ. ഈ ഓർഡറിലാണ് ഖുർആൻ എപ്പോഴും പറയാം. അതിൻ്റെ അത്ഭുതം അതാണ്. ആദ്യം ചെവിയാണ്. ഇപ്പോൾ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞിൻ്റെ ചെവിയിൽ നമ്മൾ വാങ്ക് വിളിക്കണം, വലത് ചെവിയിൽ. ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം, അല്ലേ? ഒരുപക്ഷെ ആ കുഞ്ഞ് ഏതാനും മിനിറ്റുകൾ കണ്ണ് ചിമ്മി വെക്കും, ചിലപ്പോൾ മണിക്കൂറുകൾ കണ്ണ് തുറക്കില്ല. കണ്ണ് തുറന്ന് കുഞ്ഞ് കാണാൻ തുടങ്ങുന്നത് ചെവി കൊണ്ട് കേട്ടതിന് ശേഷമാണ്. ആദ്യം വർക്ക് ചെയ്യുന്നത് ചെവിയാണ്, പിന്നെയാണ് കണ്ണ്, പിന്നെയാണ് ചിന്തകൾ. അതുകൊണ്ടാണ് സൂറത്തു സജ്ദ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. കാത്, കണ്ണ്, ചിന്ത, ഇങ്ങനെ പറയാം. ആദ്യം കാതാ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നത് വലിയ പ്രാധാന്യമുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോ ആദ്യം കേൾക്കേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹ് ഈസ് ദ ഗ്രേറ്റസ്റ്റ്, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. വാങ്കുവിളിയാണ്. അതിൽ ഷഹാദത്ത് കേട്ടു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അത് കേട്ടു. ഹയ്യ അലസ് സ്വലാത്തി ഹയ്യ അലൽ ഫലാഹ്, നിസ്കാരത്തിന് വരണേ, വിജയത്തിലേക്ക് വരണേ. ജനിച്ച കുട്ടി കേട്ട് കഴിഞ്ഞു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, there is no one, no deity, no god worthy of worship except Allah, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞു. ഇഖാമത്ത് കൊടുത്തു ഇടത്തെ ചെവിയിൽ. അതാ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ വാങ്കും ഇഖാമത്തും ഇല്ലാത്തത്, അത് ജനിച്ചപ്പോഴേ കൊടുത്തിട്ടുണ്ട്, ഇനി നിസ്കരിച്ചാൽ മതി. ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം റെഡിയാണ്. മരിക്കുന്ന ആ മരണവുമായി ബന്ധപ്പെട്ട ജനാസ നിസ്കാരത്തിന് ഇനി വാങ്കും വേണ്ട, ഇഖാമത്തും വേണ്ട. എന്തേ? അത് ജനിച്ചപ്പോഴേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇനി നിസ്കരിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കാതുകൾ എന്താണോ നമ്മൾ കേൾക്കുന്നത്, എന്താണോ നമ്മൾ കാണുന്നത്, അതാണ് നമ്മൾ. നമ്മുടെ സംസ്കാരം എന്നത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം. നിരന്തരം മ്യൂസിക് കേട്ട് നടക്കുന്ന ചെറുപ്പക്കാരെ കാണാം, എപ്പോഴും ഹെഡ്ഫോൺ. ഇപ്പോൾ വയർലെസ് കൂടിയാണ്. എന്താണ് എയർ ഡ്രോപ്പ്, എന്താ പറയുക? എയർ ഡ്രോപ്പ് അല്ലേ? പോഡ്, എയർപോർട്ട്. സുബ്ഹാനല്ലാഹ്. മുഴുവൻ സമയം കണക്റ്റഡ് ടു മ്യൂസിക്. നമ്മൾ വിചാരിക്കുന്നത് സിമ്പിൾ സംഗതിയാണ്, കേൾക്കുന്നില്ലേ ഉള്ളൂ, ആർക്കൊരു ഉപദ്രവമൊന്നുമില്ലല്ലോ, നമ്മൾ അടുത്ത ആൾക്ക് ഡിസ്റ്റർബൻസ് പോലും ഇല്ല, നമ്മൾ ഒറ്റയ്ക്കല്ലേ കേൾക്കുന്നുള്ളൂ, അതിനെന്താ അത്ര കുഴപ്പം? അതിൽ കുഴപ്പമുണ്ട്. എന്തേ? നിന്റെ ചെവി തന്നത് പടച്ചവനാ, അത് പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ. അത് അള്ളാഹു പറഞ്ഞ പോലെ ഉപയോഗിക്കാനുള്ളതാ, നീ ചിന്തിക്കുന്ന പോലെ ഉപയോഗിക്കാനുള്ളതല്ല.
അസഭ്യങ്ങളുള്ള പാട്ടുകള്, ആഭാസങ്ങളുള്ള പാട്ടുകള്, വൽ മിസ്മാർ, മ്യൂസിക് ഉപകരണങ്ങളും മ്യൂസിക്കിന്റെ ഉപയോഗങ്ങളും ഇത് പിശാചേ നീ അവിടെ ഉണ്ട് എന്ന് വിളിച്ചറിയിക്കാനുള്ള വിളിച്ചറിയിപ്പുകളാണ്. അല്ലാഹുവിന്റെ മറുപടി. അവൻ ചോദിച്ചു അല്ലാഹുവിനോട്, ഇജ്അല്ലി ഖുർആനൻ, പടച്ചവനെ നിന്റെ വചനങ്ങൾ ഖുർആനുണ്ടല്ലോ, മുഹമ്മദ് നബിക്ക് ഇറക്കാൻ പോകുന്ന ഖുർആൻ, നിന്റെ ഖുർആൻ പോലെ എനിക്കൊരു ഖുർആൻ വേണം. എനിക്കും ചില ആളുകൾ എന്നെയും ആരാധിക്കണം. ഞാൻ എന്താണ് എൻ്റെ ഖുർആനാക്കേണ്ടത്? ഖുർആനുക ശഅർ, നിന്റെ ഖുർആൻ പാട്ടുകളാണ് എന്ന് അല്ലാഹുവിൻ്റെ മറുപടി. ഞാൻ പറയുന്നത് മോശമായ പാട്ടുകളെ കുറിച്ച്, നല്ല പാട്ടുകളെ കുറിച്ചല്ല. എത്രയോ നല്ല പാട്ടുകളുണ്ട്. മ്യൂസിക് ഇല്ലാതെ നല്ല പാട്ടുകൾ പാടുകയും കേൾക്കുകയും ചെയ്യുന്നതിന് ഒരു വിരോധവുമില്ല. നമ്മൾ ഈ പറയുന്നതൊക്കെ ഒന്നുകിൽ ഒരു പെണ്ണിനെ കുറിച്ചുള്ള വർണ്ണന, അല്ലെങ്കിൽ അസഭ്യങ്ങൾ, അല്ലെങ്കിൽ ആഭാസങ്ങൾ, അല്ലെങ്കിൽ ഒരർത്ഥവുമില്ലാതെ വെറുതെ ഒച്ചപ്പാടുകൾ. എത്ര മോശമാണ് നമ്മുടെ കലാരംഗങ്ങളൊക്കെ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് പലതരത്തിലുമുള്ള പാട്ടുകൾ. ഇതിലൊക്കെ വല്ല അർത്ഥവുമുണ്ടോ? പാട്ട് കേൾക്കുന്ന ആളുകൾ മദ്യപിക്കുകയും വ്യഭിചരിക്കുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് വഴിയെ ഞാൻ പറഞ്ഞു തരാം. പാട്ടിഷ്ടപ്പെടുന്ന ഈ തരത്തിലുള്ള സിനിമാ പാട്ടുകൾ, ഈ തരത്തിലുള്ള ആഭാസങ്ങൾ, മാപ്പിളപ്പാട്ടിൻ്റെ പേര് പറഞ്ഞ് മൊഞ്ചത്തി എന്നും പറഞ്ഞ് ആ മുഖമുള്ളവളെ, ഈ കണ്ണുള്ളവളെ, ഈ കവിളുള്ളവളെ, വാട്ട് ആർ യു ഡൂയിങ്? എന്താണ് ഈ പറയുന്നത്? ഏതോ ഒരു പെണ്ണിനെ ഇവൻ പ്രേമിച്ചുകൊണ്ട് ആ പെണ്ണിൻ്റെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ പറയാം. ഈ പാട്ട് പാടിക്കഴിഞ്ഞൊരു 10 കൊല്ലം കഴിഞ്ഞാൽ ഈ പാട്ട് ആ പെണ്ണിനെ പറ്റി അവൻ പാടില്ല. എന്തെന്നറിയോ? അപ്പോഴേക്കുള്ള ചേലും കോലൊക്കെ മാറിയിട്ടുണ്ടാവും. ലൈഫിൻ്റെ വളരെ കുറഞ്ഞ ഒരു കാലഘട്ടത്തെ മുൻനിർത്തിയിട്ടാണ് ഈ ചൂഷണം. ഇതുപോലെയുള്ള പാട്ടുകൾ ആസ്വദിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ, അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടിയവരൊഴികെ ഇത് ആസ്വദിക്കുന്ന ആളുകൾ, പാട്ട് കേട്ട് കിടന്നുറങ്ങുന്ന ആളുകൾ ജീവിതത്തിൽ വ്യഭിചരിക്കാൻ മടിക്കാത്തവരാണ്. ഞാനിത് പറയുന്നത് ഏതെങ്കിലും ഒരു സെൻസസ് വെച്ചുകൊണ്ടോ ഒരു കണക്ക് വെച്ചുകൊണ്ടോ അല്ല, മുത്ത് റസൂലിൻ്റെ ഹദീസ് വെച്ചുകൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കത് പ്രശ്നമാവില്ല, അവരതും വലിയ കാര്യമാക്കൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഖാല, അവൻ പടച്ച തമ്പുരാനോട് ചോദിച്ചു, ഇജ്അല്ലി കിതാബൻ, എനിക്കൊരു ഗ്രന്ഥം വേണം പടച്ചവനെ, ഒരു കിതാബ് വേണം. ഖുർആൻ പാട്ടുകളാണെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കിതാബോ? കിതാബുകൽ വഷ്മ, നിന്റെ കിതാബ് അൽ വഷ്ം, ടാറ്റു അറിയില്ലേ? ടാറ്റു കുത്തുക. യൂറോപ്പുകാരൊക്കെയാണ് കൂടുതലും അത് കൊണ്ടുവന്നത്. അത്യാവശ്യം മസിലൊക്കെ ഉള്ള ആളുകൾ, സ്റ്റാറുകൾ, അല്ലെങ്കിൽ വളരെ വെൽ നോൺ പ്ലേയേഴ്സ്, ഇവരൊക്കെ എന്ത് ചെയ്യും? കൈകളിലും ശരീരം മുഴുവൻ ടാറ്റു കുത്തുന്ന ആള്. പച്ച കുത്തെന്ന് പറയില്ലേ? ചോരക്കുള്ളിലേക്ക് ചില കെമിക്കൽ കടത്തിവിട്ടിട്ട് ആ ചോരയെ പച്ചയും നീലയും നിറങ്ങളിലാക്കി ചില രൂപങ്ങളും ചിത്രങ്ങളും ആശയങ്ങളും വാക്കുകളുമൊക്കെ ശരീരമാസകലം കുത്തിവെക്കുന്നത്. ലാ തബ്ദീല ലിഖൽഖില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കാൻ നമുക്ക് പാടുള്ളതല്ല. നമ്മുടെ സ്കിൻ അള്ളാഹു തന്നതാണ്, ആ സ്കിൻ കളർ അള്ളാഹു തന്നതാണ്, അതിനെ മാറ്റിമറിച്ചുകൂടാ. പച്ച കുത്തുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ശപിച്ചിട്ടുണ്ട് എന്ന് എത്രയോ ഹദീസുകളിൽ നമ്മൾ കേട്ടതാണ്. ലഅനല്ലാഹുൽ വാഷിമാതി വൽ മുസ്തൗഷിമാത്, അന്ന് പെണ്ണുങ്ങൾ അത് ചെയ്തിരുന്നവത്രേ. പച്ചകുത്തണമെന്ന് ആവശ്യപ്പെടുന്ന പെണ്ണുങ്ങളെയും അത് ചെയ്തു കൊടുക്കുന്ന ബ്യൂട്ടി പാർലറുകളിലെ ജോലിക്കാരെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിൽ ഈ പച്ചകുത്തുന്ന പരിപാടി ഇച്ചിരി കുറവാണ്. അത് വല്ലാതെ വൈകാതെ വരും. എഴുതി വെച്ചോളൂ. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ കൂളായിട്ട് ഐ ആം എ ഡെവിൾ എന്നൊക്കെ എഴുതിയിട്ട് വരാൻ തുടങ്ങും. മരിച്ചവരെ അത് മാറ്റാൻ കഴിയില്ല. ഈ ടാറ്റു ഒഴിവാക്കണമെങ്കിൽ അത് കുത്തുന്നതിനേക്കാളും ചിലവ് കൂടുതലാണ്, വേദനയും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ മരിച്ചു പോട്ടെ എന്ന് വിചാരിക്കാം. നിന്റെ പുസ്തകമാണ് വഷ്മ്, ടാറ്റു എന്ന് അള്ളാഹു പിശാചിനോട് പറഞ്ഞു വന്ന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇജ്അല്ലി ഹദീസൻ, പടച്ചവനെ എനിക്ക് എൻ്റെ വർത്തമാനം എന്തൊക്കെയാണ്, എൻ്റെ സംസാരം എന്താവണം? ഖാല ഹദീസുകൽ കദിബു, എല്ലാ നുണയും നിന്റെ വർത്തമാനമാണ്. ഇജ്അല്ലി റുസുലൻ, എനിക്ക് എൻ്റെ ദൂതന്മാർ വേണം.
എനിക്കെൻ്റെ മുർസലീങ്ങൾ വേണം, നിനക്ക് അംബിയാ ഉള്ള പോലെ എനിക്കെൻ്റെ മുർസലീങ്ങൾ വേണം, ഞാൻ പറയുന്ന പോലെ നടത്തുന്ന ആളുകൾ വേണം. ഖാല റുസുലുകൽ കഹനതു, നിന്റെ റസൂലുമാർ അംബിയാക്കളെ പോലെയല്ല, നിന്റെ റസൂലുമാർ അൽ കഹനതു, ജ്യോത്സ്യന്മാരാണ് എന്ന് അള്ളാഹു മറുപടി കൊടുത്തു. ജ്യോത്സ്യപ്പണി ചെയ്യുക, അതിൽ ബ്ലാക്ക് മാജിക് ചെയ്യുന്നവരുണ്ട്, പച്ചയായ സിഹർ, ആളുകൾ ബുദ്ധിമുട്ടാക്കുന്ന പരിപാടി. ഒരുത്തിനൊരു കച്ചവടമോ കാര്യമോ ജോലിയൊക്കെ റാഹത്തിലാണ്, കുടുംബമൊക്കെ റാഹത്തിലാണ്, എന്നാൽ പിന്നെ അവരങ്ങ് റാഹത്തില്ലാണ്ടാക്കി കളയാം. എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും പൂജകളോ ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ തലയെക്കെട്ട് കെട്ടിയ ഉസ്താദന്മാർ ആ കൂട്ടത്തിൽ വരുന്നുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്താണ് ഹലാല്, എന്താ ഈ തൊൽസമാത്ത്, എന്താണ് ഈ ഇസ്മിൻ്റെ പണി, ഇതൊന്നും തിരിയാതെ കിട്ടുന്ന പുസ്തകം വായിച്ചിട്ട് കളം വെച്ച് കൊടുക്കുന്നത് പച്ചയായ സിഹർ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് പൈസയും കൊടുത്തിട്ട് വരും, എന്തെങ്കിലും കുഴിച്ചിടാനും മുട്ടം എഴുതിയിട്ടും. സുബ്ഹാനല്ലാഹ്, സിഹർ ചെയ്യാം, ജ്യോത്സ്യപ്പണി. ചിലർ വെറുതെ പോയിട്ട് ചോദിക്കുക, അല്ല എൻ്റെ ഭാവി എത്രയുണ്ട്, ആയുസ് എത്രയുണ്ട്, കൈരേഖ നോക്കുക. സൂത്ത് സെയർ അല്ലേ, ഭാവി പറയാൻ വേണ്ടി പറയും, കൈ നോക്കിയിട്ട്. അപ്പം ചിലരൊക്കെ നോക്കി പറയും, ഇതാ ഈ വരെ എങ്ങനെ പോയത് കൊണ്ട് നിങ്ങൾക്കൊരു 80 വയസ്സ് വരെ ആയുസ് ഉണ്ടാവുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ വിശ്വസിച്ച് പോരാ. നാളെ മരിക്കുകയാണെങ്കിൽ വരെ ഇവരത് പറയില്ല. കാരണം നാളെ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞാൽ അവർ കാശ് കിട്ടൂലല്ലോ, അവർ പറയില്ല. അവർ പറയലൊക്കെ ആയുസ്സുണ്ടെന്നാ, നല്ലത് വരാൻ പോകുന്നുണ്ടെന്നാ പറയാൻ. പച്ചയായ നുണ പറയാ പിശാചിന്റെ സഹായത്തോടുകൂടെ, ജ്യോത്സ്യപ്പണി. നബി ഞങ്ങൾ പറയുമായിരുന്നു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ, ഏതെങ്കിലും ജ്യോത്സ്യപ്പണി ചെയ്യുന്ന ആളുകളെ, അതുപോലെ തന്നെ കൈരേഖ നോക്കി മനുഷ്യന്റെ ഭാവിയും ഭൂതവും വർത്തമാനവും പറയുന്ന ജ്യോത്സ്യപ്പണി നോക്കുന്ന ആളുകളുടെ അരികത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ ചെന്നാൽ, ഒരു മതവിശ്വാസികളെയും എതിർക്കാനോ അല്ലെങ്കിൽ വെറുപ്പ് പറയാനോ അല്ല ഇത് പറയുന്നത്. ഇസ്ലാമിക വിശ്വാസം എന്താണെന്ന് പറയാനാണ്. അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അതത് നേരങ്ങളിൽ അള്ളാഹു കണക്കാക്കുന്നതാണ് ലോകത്ത് നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഈമാനും ബിൽ ഖദർ ഉള്ളവരെ മുസ്ലിമാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കാതെ മനുഷ്യനെ വളരെ വളരെ ദുർബലമായ ബാലിശമായ വിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന, കൈരേഖ നോക്കുന്ന പണിയോ ജ്യോത്സ്യപ്പണിയോ ഒരാൾ അറിയാൻ, ഒരാളെ സമീപിച്ചു കഴിഞ്ഞാൽ, അത് വിശ്വസിച്ചു കഴിഞ്ഞാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, അല്ലാഹുവിൻ്റെ റസൂലിന് ഇറക്കിയ വിശുദ്ധമായ ദീനിൽ നിന്നവർ പുറത്തുപോയി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളിങ്ങനെ പറഞ്ഞു, കൈരേഖ പറഞ്ഞു തരാം, ഞാൻ ഇത് പറഞ്ഞു തരാം, ഭാവി പറഞ്ഞു തരാം. അപ്പൊ കഴിഞ്ഞ കാലത്ത് പറഞ്ഞ ചിലതൊക്കെ ശരിയുണ്ടല്ലോ. മുത്തുനബി തങ്ങളോട് പോലും സ്വഹാബികൾ ചോദിച്ചല്ലോ, നബിയെ അങ്ങനെ ഉണ്ടാവുമല്ലോ, അവർ പറഞ്ഞ ചിലതൊക്കെ ശരിയാണല്ലോ. നബി തങ്ങൾ പറയുന്നു, ശരിയാണ്. പിശാചുക്കൾ അവർക്ക് ചില കാര്യങ്ങൾ, നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ചില വിഷയങ്ങൾ പിശാചിന് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതിൽ പിന്നെ 100 നുണകൾ വെച്ചിട്ടാണ് അവർ നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾ വിശ്വസിക്കരുത്. അത് വിശ്വസിക്കാതെ വെറുതെ ഒരു ജ്യോത്സ്യനെ പോയി സമീപിച്ചാൽ, ലാ തുഖ്ബലു ലഹു സ്വലാത്തു 40 യൗം, 40 ദിവസത്തെ അവരുടെ ആരാധന പോലും അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആണുങ്ങളും പെണ്ണുങ്ങളും ഈ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. സിഹിറും മാരണവുമായി മനുഷ്യരെ ബുദ്ധിമുട്ടാക്കുന്ന ഈ പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടുന്നവരറിയണേ, വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് നിങ്ങൾ ഈ കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത്. അള്ളാഹുവിനെ പേടിക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുക. നിങ്ങൾ ആർക്കെതിരെ ചെയ്യുന്നവോ അവരും മരിച്ചു പോകുന്ന ഒരു ലോകമാണിത്. പിന്നെ എന്തിനാണ് ഈ ഉപദ്രവം? പിശാചുക്കൾക്ക് ഉപദ്രവിക്കാൻ ഒരു ഡോക്ടർക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ബേബി കൊണ്ടുപോയി, അല്ലെങ്കിൽ മിംസ് ആസ്റ്ററിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ മൈത്രയെ എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല, ഒരു ഡോക്ടർക്ക് മനസ്സിലാവില്ല. ഒരു കുഴപ്പമില്ലല്ലോ എന്നാ പറയാം. പക്ഷെ രോഗിക്ക് കുഴപ്പമുണ്ട്. പിശാച്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതുപോലെയുള്ള ജ്യോത്സ്യപ്പണി ചെയ്യുന്ന ആളുകൾ പിശാചിന്റെ ദൂതന്മാരാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇബ്ലീസിനോട് അള്ളാഹു മറുപടി കൊടുത്ത വിഷയം. പിന്നെ പറഞ്ഞു, ഇജ്അല്ലി മസ്വാഇദ, എനിക്ക് വേട്ടയാടി പിടിക്കണം ചില ആളുകളെ, വേട്ടമൃഗങ്ങളെ വേട്ടയാടണം. ഞാൻ ആരെയാണ് വേട്ടയാടേണ്ടത്? എന്തുകൊണ്ടാണ് വേട്ടയാടേണ്ടത്? ഖാല മസ്വാഇദുക നിസാ, പെണ്ണുങ്ങളാണ് നിന്റെ വേട്ട. നിന്റെ വേട്ടയാടി പിടിക്കാനുള്ള നിന്റെ ആയുധം പെണ്ണുങ്ങളാണ്. നീ വേട്ടയാടി പിടിക്കുന്നതും പെണ്ണുങ്ങളെയാണ്. സഹോദരിമാർ, പെണ്ണുങ്ങളെയാണ്.
പിശാച് കണ്ണുവെക്കുന്നത്. സഹോദരിമാരെ, ഇനിത്തഖൈതുന്നല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങളോളം പ്രതിഫലമുള്ള മറ്റാരുണ്ട്? പക്ഷേ പിശാച് നിങ്ങളെ കൊണ്ട് കളിക്കാൻ നിങ്ങൾ നിന്നുകൊടുക്കരുത്. ഒരു പ്രേമത്തിന് നിങ്ങൾ പാത്രീഭൂതരാവരുത്. അനാവശ്യമായ വഴിവിട്ട ബന്ധങ്ങൾക്ക് നിങ്ങൾ നിന്നുകൊടുക്കരുത്. അള്ളാഹുവിനെ ഭയപ്പെടണമേ. നിങ്ങളെ വെച്ചുകൊണ്ടാണ് പിശാച് കളിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഫ്തിനുഹുന്ന വതുഫ്തിനു ബിഹിന്ന, പെണ്ണുങ്ങളെയാണ് നീ ആദ്യം വഴിപഴപ്പിക്കുക, അവര് കാരണം മറ്റുള്ളവരെയും നീ വഴിപഴപ്പിക്കുമെന്ന് പിശാചിനോട് അല്ലാഹു പറഞ്ഞുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.